പിന്നെ പറയാനുള്ളത് എന്താ അറിയാം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ നൂറെ ഹബീബ് നടത്തുന്ന ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് എന്തോ ഒന്ന് പറയാനുണ്ട്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അഹ്ലുബൈത്താണ് എന്നതുകൊണ്ട് ദീനീ വിരുദ്ധമായ കാര്യങ്ങൾ കാണിച്ചാൽ അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല എന്നൊരു നിയമമൊന്നുമില്ല. അഹ്ലുബൈത്ത് എന്ന ആ ഒരു സ്ഥാനത്തെ കച്ചവടത്തിന് വെക്കുമ്പോൾ അതിനെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. അതിനെ നമ്മൾ വിഷയാധിഷ്ഠിതമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ ചൂണ്ടിക്കാണിക്കും, ചോദ്യം ചെയ്യും. വ്യക്തിപരമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കലോ ആക്ഷേപിക്കലോ എൻ്റെ ലക്ഷ്യമല്ല. ഞാൻ അത് ഇന്നേ വരെ ചെയ്തിട്ടുമില്ല. എന്തായാലും തങ്ങൾക്ക് എന്തോ ഒന്ന് പറയാനുണ്ട്. ഒരു 2-3 ഒരാഴ്ചയുടെ അടുത്തായി ഒരു വിവാദ വീഡിയോ പുറത്തിറങ്ങി. ഒരാഴ്ചക്കടുത്തല്ല, ഏകദേശം ഒരു 3 ആഴ്ചയായിട്ടുണ്ട് ഇതേ ലൈവ് പരിപാടിയിലിരുന്ന് ആ കാര്യം ഇദ്ദേഹം പറഞ്ഞത്. അതിനെ ഞാൻ വിമർശിച്ചിരുന്നു. പിന്നീട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വേറെ 1-2 ഉസ്താദുമാരും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ആ സംഭവത്തെയാണ് ഇദ്ദേഹം വിവാദ വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും തങ്ങൾ ബാക്കി പറയട്ടെ. അതെ, ഒരു കാര്യം പറയുന്നതിന്റെ ഇടയിൽ കുരുത്തക്കേട് കിട്ടിയ ഒരു വിഷയം പറഞ്ഞു. അപ്പൊ തങ്ങൾ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ കുരുത്തക്കേട് കിട്ടിയ ഒരു വിഷയമാണ്. എന്നാല് മറ്റൊരു ഉസ്താദിന് മറുപടിയുമായിട്ട് വന്ന വേറൊരു സഹോദരൻ തങ്ങളെ ന്യായീകരിക്കാൻ വന്നതാണ്. അദ്ദേഹത്തിന്റെ അവതരണമൊക്കെ കൊള്ളാം, കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. തങ്ങള് പൊതുവെ ആരെയും കുറ്റം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ ഈ സംഭവം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമാണ്. അല്ലാതെ എവിടെയാണ് തങ്ങള് എന്നെ വിമർശിച്ചത് കൊണ്ടാണ്, കേൾക്കണം, എന്നെ വിമർശിച്ചു, ആ സഹോദരി മരിച്ചു, അതല്ല ഞാൻ പറയുന്നത്. എന്നെ വിമർശിച്ചത് കൊണ്ട് അള്ള കൊടുത്ത അദാബാണിത്, അല്ലെങ്കിൽ ഇന്നാരും വിമർശിക്കാൻ പാടില്ല, ഞാൻ കറാമത്തിന്റെ ആളാണ് എന്നൊരു വാദം തങ്ങള് എവിടെയെങ്കിലും പറഞ്ഞു എന്ന് തെളിയിച്ചാൽ അത് പറയണമാതിരി നമ്മൾ കേൾക്കും. വെല്ലുവിളി എന്നോടല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഇതാണ്: തങ്ങളെ വിമർശിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന്, അല്ലെങ്കിൽ അദാബ് കിട്ടിയത് എന്ന് തങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഇപ്പൊ തന്നെ തങ്ങൾ പറയുന്നത് കുരുത്തക്കേട് കിട്ടിയ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിവാദമാണ് എന്നാണ്. എന്തായിരുന്നു ആ വിവാദം? കഴിഞ്ഞ വർഷം ഒരു സഹോദരി മറ്റുള്ള ആളുകളോട് കൂടി, നമ്മളറിയില്ല, നമ്മൾ കണ്ടിട്ടൊന്നുമില്ല, മറ്റുള്ള ആളുകളോട് ചേർന്ന് എങ്ങനെയെങ്കിലും എന്നെ തകർക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ കച്ചകെട്ടി ഇറങ്ങി. അതിൽ ഒരു പെണ്ണിനെയാണ് ഇവർ മുമ്പോട്ട് ഇറക്കിയത്. ഞാൻ അറിയില്ല, എൻ്റെ അടുത്ത് വന്നിട്ടില്ല, ഞാൻ ഒന്നും അറിയില്ല. ആ സഹോദരി വളരെ മോശപ്പെട്ട് സംസാരിച്ചു. എന്റെ വീട് ഒരു വേശ്യാലയമാണെന്ന് പറഞ്ഞു. കേൾക്കണങ്ങള്, ഈ അൻസാരി മൊയിലേരും പിന്നെന്താ ഹാരിസ് പിന്നെന്താ ഒരു റാസ ബ്ലോഗും, ഓല് 3 പേരും ഇത് കേൾക്കണം. മറ്റുള്ള 2 പേരും കേൾക്കോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കേൾക്കാം. തങ്ങൾ പറയും. എന്റെ വീട് വേശ്യാലയമാണെന്ന് പറഞ്ഞു, ഞാൻ കള്ളനാണെന്ന് പറഞ്ഞു. അവര് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, ആ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തുണ്ട്, വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു റമദാൻ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഞാനത് പൂട്ടിക്കും. എന്നെ കള്ളൻ എന്ന് വിളിച്ചപ്പോ എന്റെ വീട് വ്യഭിചാരശാല എന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ മൊയ്ലിയന്മാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മൊയ്ലിയന്മാരുണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങളെ ഒരു സ്ത്രീ കള്ളനെന്ന് വിളിച്ചു, വീട് വ്യഭിചാരശാലയാണെന്ന് പറഞ്ഞു, അത് പൂട്ടിക്കുമെന്ന് പറഞ്ഞു. ഇതിലൊക്കെ ഞങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? അതല്ലെങ്കിൽ തന്നെ ആ സ്ത്രീ മാത്രമാണോ അങ്ങനെ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? എത്രയോ ആളുകൾ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മറ്റു പണ്ഡിതന്മാരും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ കാര്യങ്ങളൊന്നും തങ്ങളുടെ നേരെ ആരോപിച്ചതായി എനിക്കറിയില്ല. നമ്മൾ പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമായി നിങ്ങളുടെ മജ്‌ലിസിൽ നിന്ന് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ്. അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുമാണ്. അതല്ലാതെ ഒരാളുടെ രഹസ്യ ജീവിതത്തിലേക്ക് എത്തി നോക്കിയിട്ട് അയാളുടെ കുറ്റങ്ങൾ, അയാളുടെ ന്യൂനതകൾ, അയാൾ ചെയ്യുന്ന തെറ്റുകൾ അതൊക്കെ ഇങ്ങനെ സമൂഹത്തിലേക്ക് വിളിച്ചു പറയുന്ന സ്വഭാവം എനിക്കില്ല. അത് ഇസ്ലാമികവുമല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പബ്ലിക്കായി നിങ്ങളുടെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളെ മാത്രമാണ്. അതേസമയം നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ പല ആളുകളും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്?
എങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ കഴിയും? കാരണം ഇത്തരത്തിൽ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പല ആളുകൾക്കും പണം കൊടുത്ത് അവരുടെ വായടക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ലേ? നിങ്ങൾ തന്നെ എത്രയോ തവണ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് 1-2 രൂപയല്ല, 7 ലക്ഷം രൂപയാണ് ഒരാൾക്ക് മാത്രം നിങ്ങൾ കൊടുത്തത്. എന്തിന്റെ പേരിലായിരുന്നു? ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതില്ലാത്തതാണെങ്കിൽ, വസ്തുതാവിരുദ്ധമാണെങ്കിൽ നിങ്ങൾ അതിന് പണം കൊടുത്തിട്ട് അവരുടെ വായ മൂടലാണോ വേണ്ടത്? നിങ്ങൾ ഈ 7 ലക്ഷം രൂപ അവർക്ക് കൊടുക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ നേട്ടം നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാകണം? അതുകൊണ്ടല്ലേ നിങ്ങൾ ആ 7 ലക്ഷം കൊടുത്തത് സെറ്റിൽ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? മനസ്സിലാകുന്നില്ല. ഞങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഇതൊക്കെയാണ്. നിങ്ങളെ സംബന്ധിച്ച് കുറെ ആളുകൾ പലതും പറയുന്നു. അവരിൽ ചില ആളുകൾക്കൊക്കെ നിങ്ങൾ പണം കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നു. എന്താ പിന്നെ ഞങ്ങൾ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യേണ്ടത്? എന്ന് മാത്രമല്ല, ഞങ്ങൾ നിങ്ങളെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പൊതുസമൂഹം വിചാരിക്കില്ലേ? പ്രത്യേകിച്ച് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ, തനി കുഫ്റൻ ആശയങ്ങൾ നിങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ലേ? അന്ന് ഞങ്ങൾ അതിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞു പരത്തിയെന്ന് മാത്രമല്ല, കുറെ മൊയ്ലിയാന്മാർ വന്നിട്ട് ഈ പറഞ്ഞ തെറ്റിനെ കുറിച്ച് മിണ്ടാതെ ഞങ്ങളെ കുറെ എതിർത്തു പോയി എന്നതല്ലേ സത്യം? എന്നിട്ട് ഏതോ ഒരു സ്ത്രീ പറഞ്ഞു എന്നതിന്റെ പേരില് തങ്ങൾക്ക് എന്താ ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ അള്ളാഹിനോട് ആയിരുന്നത്? അത്രയും ഞാൻ വേദനിച്ചിട്ടുണ്ട്. അത്രയും ഞാൻ എന്തുണ്ട് വേദനിച്ചിട്ടുണ്ട്. എന്റെ വീട് വിചാരശാല എന്ന് പറഞ്ഞപ്പോ ഒരു വാപ്പി ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ അത്രയും വേദനിച്ചിട്ടുണ്ട്. തങ്ങളെ നിങ്ങൾക്ക് അത്രയും മനസ്സിന് വേദന തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആത്മീയ നേതാവായി നിൽക്കുന്ന ആളല്ലേ? നിങ്ങളല്ലേ നിങ്ങളുടെ അനുയായികൾക്ക് മാതൃക കാണിക്കേണ്ടത്? നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ക്ഷമിക്കണം, സഹിക്കണം, പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ഇതല്ലേ ആത്മീയ നേതാക്കളിൽ നിന്നുണ്ടാകേണ്ട സ്വഭാവം. മറിച്ച് നിങ്ങൾ ആ സ്ത്രീക്കെതിരെ ദുആ ചെയ്തെന്നു മാത്രമല്ല, ആ സ്ത്രീ മരിച്ചു, അതും ക്യാൻസർ വന്നു വയറു പൊട്ടി മരിച്ചു, അത് കുരുത്തക്കേടാണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുമ്പോഴാണ് ഞങ്ങൾക്കതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾ എന്താ ആത്മീയ നേതാവ്? നിങ്ങൾ അഹ്ലുബൈത്താണെന്ന് അടിക്കടി പറയുന്നുണ്ടല്ലോ. നമ്മുടെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഇതിനെന്തു മാതൃകയാ നിങ്ങൾക്കുള്ളത്? അങ്ങനെ ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് കരുതിയിട്ട് അയാൾക്കെതിരെ ദുആ ചെയ്യുകയാണോ വേണ്ടത്? ദുആ ചെയ്തത് കൊണ്ടാണ് ആ സ്ത്രീക്ക് ക്യാൻസർ വന്നതെന്നും എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. അതൊക്കെ അള്ളാഹുവിന്റെ ഖദാ ആണ്, ഇദ്ദേഹത്തിന്റെ കുരുത്തക്കേടാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ വല്ല കുഴപ്പമുണ്ടോ? ഇനി നാളെ ഞാനെങ്ങാനും മരിച്ചുപോയാൽ അതും ഇദ്ദേഹത്തിന്റെ കുരുത്തക്കേടാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു പരത്തിയേക്കാം. എൻ്റെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധി എന്താണോ അത് നടക്കും. അതല്ലാതെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന കാര്യങ്ങളെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ കുരുത്തക്കേട് കിട്ടാനാണെങ്കിൽ എത്രയോ ആളുകൾക്ക് കിട്ടണം. ഇദ്ദേഹത്തിന്റെ വീട് വ്യഭിചാരശാലയാണ് എന്ന് പറഞ്ഞതാണ് നിങ്ങളെ വേദനിപ്പിച്ചതെങ്കിൽ തങ്ങളെ നിങ്ങളുടെ വലതുഭാഗത്ത് തലപ്പാവ് ധരിച്ചിട്ട് ഒരാളിരിക്കുന്നില്ലേ, നിങ്ങളുടെ സ്വന്തം അനുജൻ. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹവും ഇതേ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ശക്തമായി നിങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? പിന്നീട് അദ്ദേഹം നിങ്ങളുടെ കൂടെ കൂടിയതാണ്. അത് പോക്കറ്റിലേക്ക് എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ടാണ്. തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് തൽക്കാലം പുറത്തു വിടുന്നില്ല. വിടണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അദ്ദേഹം പറഞ്ഞ വോയിസ് ഞാൻ പുറത്തു വിടാം. എനിക്കിങ്ങനെ നിങ്ങളെ അത്തരത്തിൽ ആക്ഷേപിക്കലൊന്നും എൻ്റെ ലക്ഷ്യമേ അല്ലാത്തത് കൊണ്ടാണ്. ഞാൻ ഈ തങ്ങളെ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചോളൂ, എൻ്റെ ചാനലിൽ ലഭ്യമാണ്. ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പരസ്യമായി അദ്ദേഹം പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ളൂ. അല്ലാതെ വ്യക്തിപരമായി എത്രയെത്ര ആരോപണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെയുണ്ട്. ഞാൻ അതിൻ്റെയൊന്നും പിന്നാലെ പോയിട്ടില്ല. നമ്മുടെ ലക്ഷ്യവും അതല്ല. ഇദ്ദേഹത്തെ തകർക്കലോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കുറെ പണം കിട്ടുന്നത് കൊണ്ടുള്ള അസൂയയോ ഒന്നും നമുക്കില്ല. ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രം. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, നിങ്ങളുടെയൊക്കെ വീടിനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നതെങ്കിലെന്ന്. അവന്റെ വീട്ടുകാരെയാണ് വ്യഭിചാരശാല 4 ആൾ ഓന്റെ വീട്ടുകാർ ഒരു ഇറക്കിയ ഓന്റെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്ക നിങ്ങൾ. അവന്റെ ഈ പറഞ്ഞ 3 മൊയ്ലിമാരില്ലേ, അവരെ വീട്ടിലാണ് വ്യഭിചാരശാല എന്ന് പറഞ്ഞ അടങ്ങിയിരിക്കോ? ഞാൻ അടങ്ങിയിരിക്കില്ല തങ്ങളെ. അങ്ങനെ ഒരാൾ എന്നെ ഇത്തരത്തില് പരസ്യമായി അനാവശ്യം പറയുകയോ ആക്രമിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ
അത് സമൂഹത്തിന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ട് നിയമപരമായ വഴികൾ ഞാൻ തേടും. മറ്റുസ്താദുമാരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ നാട് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമല്ലേ? ഒരാളെ അങ്ങനെ പരസ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ചാൽ ശക്തമായ നിയമ നടപടികൾ നേരിടും. നിയമമുള്ള രാജ്യമാണിത്. നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ അതിന്റെ വീഡിയോ ക്ലിപ്പുണ്ട്, തെളിവുണ്ട് എന്നൊക്കെ. എൻ്റെ കയ്യിലാണെങ്കിൽ, എന്നെ കുറിച്ചാണെങ്കിൽ ഞാൻ അതുമായിട്ടൊരു പോലീസ് സ്റ്റേഷനിൽ പോകും. വെള്ളക്കടലാസിൽ ഒരു പരാതി എഴുതി കൊടുക്കും. അവർ നോക്കിക്കോളും. ആ ചെയ്തത് തെറ്റാണെങ്കിൽ അവർ ശിക്ഷ കൊടുത്തോളും. അതെന്തിനു വേണ്ടി ചെയ്യുന്നതാ? നമ്മളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മാറാൻ വേണ്ടിയിട്ട്. തങ്ങളെ നിങ്ങളും അത് ചെയ്യണം. നിങ്ങളല്ലാതെ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തലോ അതെന്റെ കുരുത്തക്കേടാണെന്ന് അവർ മരിച്ചു കഴിയുമ്പോൾ വന്നിരുന്നു പറയലോ അല്ല. നിയമപരമായി നിങ്ങൾ എന്താ അതിനെ നേരിടാതിരുന്നത്? ആരൊക്കെ നിങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു? ഒരാൾക്ക് നിങ്ങൾ 7 ലക്ഷം രൂപ കൊടുത്തില്ലേ തങ്ങളെ? നിങ്ങൾ എന്താണ് ആ ആരോപണത്തെ നിയമപരമായി നേരിട്ടുകൊണ്ട് ആ ആരോപണത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാതെ 7 ലക്ഷം രൂപ കൊടുത്ത് അതിനെ ഒതുക്കിയത് എന്തിനാ? അപ്പൊ നിയമപരമായി നേരിടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നിങ്ങളത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കും? നിങ്ങളെ ന്യായീകരിച്ച് സംസാരിക്കും? നിങ്ങളെ പല പ്രാവശ്യം പറഞ്ഞല്ലോ, ഈ 3 മൊയ്ലിയാന്മാരും അതൊന്നും കേട്ടില്ല, അതൊന്നും കണ്ടില്ല എന്ന് ഏതോ ഒരു സ്ത്രീ പറഞ്ഞപ്പോഴേക്കും അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇപ്പൊ ആ സ്ത്രീ ഒരു അസുഖം വന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കുരുത്തക്കേടാണെന്ന് വിളിച്ചു പറഞ്ഞാൽ അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ചെയ്യുന്ന പണിയൊക്കെ ഇസ്ലാമികമാണെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ കൂടെ കുറച്ച് തലേക്കെട്ടുകാരൊക്കെ ഇല്ലേ? വലിയ ദർസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുദരിസുമാരൊക്കെ ഇല്ലേ? അവരോടൊക്കെ ഞങ്ങൾ എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താണ് എൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായി നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ പറയുന്നത് കാണിച്ചുകൊണ്ടല്ലേ ഞാൻ വിമർശിക്കാറുള്ളത്? എന്തെങ്കിലും ഒരു ആരോപണം എയറിൽ നിന്ന് എടുക്കലാണോ? കാണിച്ചുകൊണ്ട് ഞാൻ വിമർശിച്ചിട്ട് ഈ തലയെക്കെട്ടുകാർ നിങ്ങളുടെ കൂടെയുള്ളവർ എന്തെങ്കിലും അതിനൊരു മറുപടി പറഞ്ഞോ? എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഒരു സ്ത്രീ നിങ്ങളെ കള്ളനെന്ന് വിളിച്ച്, വ്യഭിചാരശാല എന്ന് വിളിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾ മിണ്ടിയില്ല എന്നാണ്. അങ്ങനെ മിണ്ടണമായിരുന്നെങ്കിൽ തങ്ങളെ ആ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ അനുജൻ തങ്ങളും മുതൽ ഞങ്ങൾ തുടങ്ങണ്ടേ? ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ, തങ്ങളോട് തങ്ങൾ എന്ന രീതിയിൽ എനിക്ക് ബഹുമാനമുണ്ട്. ഇനി നിങ്ങൾ തങ്ങളാണെങ്കിലും അല്ലെങ്കിലും തങ്ങളാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളെ തങ്ങളായി തന്നെ കാണുന്നു, ആ ആദരവ് തരുന്നു. ഞാൻ ഒരു നിലവിട്ട് ഒരു വൃത്തികേട് അല്ലെങ്കിൽ ഒരു അനാവശ്യം ഇന്നേ വരെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പലരും നിങ്ങളെ പല പേരുകളും വിളിക്കുന്നില്ലേ? ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ നിങ്ങൾ അൻസാരി സുഹരിയെ പറയുന്നു, റാസ വ്ലോഗിനെ പറയുന്നു, അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ എന്താ? നിങ്ങളെ വ്യക്തിപരമായി എന്തെങ്കിലും തോന്നിയാസാണോ ഇവർ പറയുന്നത്? എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ളതിലൊന്നും അവരങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാ വീഡിയോയും ഞാൻ കാണാറുമില്ല. അപ്പൊ എന്തായാലും തങ്ങളിനി ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അനുയായികൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇറക്കുകയാണെങ്കിൽ നമുക്കപ്പോൾ നോക്കാം. എന്തായാലും തങ്ങളെ, നിങ്ങൾ ആത്മീയ മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അനുയായികൾക്കെങ്കിലും ഒരു മാതൃകയാകണം എന്നേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.